3 വയസ്സ് തികയാത്ത കൊച്ചുമിടുക്കി നാടിന് വിസ്മയമായി മാറുകയാണ്. അത്യാവശ്യം ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ട ജനറൽ നോളജ് ചോദ്യങ്ങൾ എല്ലാം തന്നെ ആദിലക്ഷ്മി ചെറുപ്രായത്തിൽ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഊരകം പല്ലിശ്ശേരി സ്വദേശി കുന്നപ്പുള്ളി സതീഷ് കവിത ദമ്പതികളുടെ മകളാണ് ആദിലക്ഷ്മി. അങ്കനവാടിയുടെ പടി കാണാനുള്ള പ്രായം തികയാത്ത ആദിലക്ഷ്മിക്ക് മലയാളം, ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ, ഏഷ്യയിലെ രാജ്യങ്ങളുടെ പേരുകൾ, കേരളത്തിലെ 44 നദികളുടെ പേരുകൾ, കേരളത്തിലെ മന്ത്രിമാരുടെ പേരുകൾ തുടങ്ങി എല്ലാം മനഃപ്പാഠമാണ്. ഇനി നമ്മുടെ കേരളത്തിലെ നദികളുടെ പേര് പറഞ്ഞ് 44 നദികളുടെ പേര്. കബനി, പമ്പ, കാവേരി, തിരൂര്, മാതൃപ്പുഴ, കടലുണ്ടി, ചാലിയാർ, ഭവാനി, കല്ലട, കല്ലായി, കടമണ, കാടങ്കോട്, കീച്ചാടി, ചാലക്കുടി, മലപ്പട്ടണം, പാമ്പാട്, മണിശാലം, കുപ്പള, ഉപ്പള, പാമടുപുരം, നീലേശ്വരം, ചാലക്കുട, നയ്യലി, പനിമല, അച്ചൻകൂല, മൂവാറ്റുപുഴ, മീനച്ചില, കുറ്റ്യാടി, പറമ്പ, തലശ്ശേരി, പാങ്ങോന്തോട്, ഇത്തിക്കര, ചെറ്റാടി, അഞ്ചരക്കണ്ടി, മോഗളം, മനം, ഏലത്തു, സിരിയ, കരുണൂർ. ഇംഗ്ലീഷിൽ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്താനും ആദിലക്ഷ്മി തയ്യാറാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ പേരുകൾ, സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ പേരുകൾ എല്ലാം മനഃപ്പാഠമാക്കിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അമ്മ കവിതയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ജ്യേഷ്ഠനായ ആദിശങ്കറിനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത്. തൊട്ടടുത്ത് കിടന്ന് പാലു കുടിച്ചിരുന്ന ആദിലക്ഷ്മിയും അത് കേട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കിയത്. ആദിലക്ഷ്മി രണ്ടാമത്തെ മോളാണ്. മോൻ്റെ ആദിശങ്കർ. മോനാണ് ആദ്യമായിട്ട് ഈ കഴിവുണ്ടായിട്ടുള്ളത്. അപ്പോൾ മോനെ പഠിപ്പിച്ച് തുടങ്ങിയ പിന്നെയാണ് ഇവൾക്കും അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് നമ്മൾ അറിയണത്. കാരണം രണ്ടുപേരും അവള് പാല് കുടിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ട് അവളത് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മോൻ ഈ സൈഡിൽ കിടക്കും, അവൾ ഈ സൈഡിൽ കിടക്കും. അപ്പം മോനോടാണ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ച് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അത് ഇവൻ പറയാണ്ടാവുമ്പോൾ അത് അവൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് അവളും കൂടെ പഠിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം പിന്നെ തല്ലൊന്നുമില്ല. അപ്പോൾ ഇവനെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് എന്ന് വെച്ചാൽ മോളെയും പഠിപ്പിക്കും. പക്ഷെ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ കുത്തിക്കയറ്റി പഠിപ്പിക്കാറില്ല. മോനെ പഠിപ്പിക്കുമ്പോഴാണ് അവൾ പറയാറ്. ഇപ്പം മോനെ സ്കൂളിൽ ഓഗസ്റ്റിലാണ് സ്കൂളിലേക്ക് ഞാൻ സ്പീച്ച് പഠിപ്പിച്ചത്. അത് അവൾ തന്നെ കേട്ട് അവൾ പഠിച്ചതാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യം പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം ഇവൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കിടന്ന് കരയും. അവൾക്കത് പറയണം എന്നുള്ള ഭയങ്കര വാശിയാണ്. ഇപ്പം രണ്ടുപേരും അങ്ങനെയാണ്. ഒരാൾക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെയാണ് രണ്ടുപേരും. അപ്പം അങ്ങനെ ഒരു ഇതുള്ളപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അല്ലാണ്ട് എല്ലാവരും വിചാരിക്കുന്ന പോലെ നമ്മൾ ഇപ്പൊ ഒരു കുഞ്ഞു പ്രായത്തില, കാരണം 3 വയസ്സ് പോലും ആയിട്ടില്ല അവൾക്ക് ഇപ്പൊ ഒരു 8 മാസമൊക്കെ തുടങ്ങിയായിട്ട് അവള് പറയാം. അപ്പൊ അവൾക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ കണ്ടു തുടങ്ങിയപ്പോ പിന്നെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പൊ എല്ലാവരും നമ്മളടുത്ത് ചോദിക്കണ്ടേ എന്തിനാണ് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാൻ അങ്ങനെ കുത്തിക്കയറ്റി അവളെ പഠിപ്പിക്കുന്നില്ല. ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആദിശങ്കറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിരുന്നത് ആദിലക്ഷ്മിയായിരുന്നു. പിന്നീട് ചെറിയ രീതിയിൽ പരിശീലനം നൽകിയപ്പോൾ ഈ കൊച്ചുമിടുക്കി മാതാപിതാക്കളെയും അത്ഭുതപ്പെടുത്തി. നാടൻ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആദിലക്ഷ്മി നിരവധി പാട്ടുകളും പാടും. ബാല്യകാലം മികവാർന്ന രീതിയിൽ ശോഭിപ്പിക്കുന്ന ഈ കുരുന്ന് ഭാവിയുടെ വാഗ്ദാനമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.